എയ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബാങ്ക് അതുപോലെ തന്നെ SSC എക്സാമിന് ചോദിക്കുന്നതായ കുറച്ച് ചോദ്യങ്ങളാണ്. സിമ്പിളായിട്ട് നമുക്ക് സ്പോട്ട് ദ എറർ എന്ന ഭാഗത്ത് അതേപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക് എന്ന ഭാഗത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് സിമ്പിളായ ചോദ്യങ്ങൾ. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ എന്നാണ്. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ ചെയ്ത ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് ചില ക്രിയകൾക്ക് ശേഷം 2+V1 വരാൻ പാടുള്ളൂ എന്നാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഹി വാണ്ട്സ് ഡാഷ് എബ്രോഡ് നെക്സ്റ്റ് ഇയർ എന്നാണ്. ആൻസർ പ്രകാരം ടു ഗോ എന്നാണ്. വാണ്ട് എന്ന ക്രിയയ്ക്ക് ശേഷം നമ്മൾ ഉപയോഗിക്കുക മറ്റൊരു ക്രിയയുടെ 2+V1 ആണ്. സിമ്പിളാണ് ആൻസർ. ഹി വാണ്ട്സ് ടു ഗോ എബ്രോഡ് നെക്സ്റ്റ് ഇയർ എന്നാണ്. രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഷീ എഗ്രീഡ് ഡാഷ് മീ വിത്ത് മൈ പ്രൊജക്റ്റ് എന്നാണ്. ഓപ്ഷൻ എന്തൊക്കെ തന്നു? ഹെൽപ്പ് തന്നു, ഹെൽപ്പിംഗ് തന്നു, ടു ഹെൽപ്പ് തന്നു, ഹെൽപ്സ് തന്നു. വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ വോൺസ് എന്നതിന് ശേഷം അല്ലെങ്കിൽ വോണ്ട് എന്നതിന് ശേഷം റിഫ്യൂസ്ഡ് എന്നതിന് ശേഷം ഹോപ്പ് എന്നതിന് ശേഷം ഒരു ക്രിയയുടെ 2+V1 എന്ന് ഉപയോഗിച്ച് അതേപോലെയാണ് എഗ്രീഡിന് ശേഷം ഒരു ക്രിയയുടെ എന്താ വരിക? 2+V1. ഷീ എഗ്രീഡ് ടു ഹെൽപ്പ് മീ വിത്ത് മൈ പ്രൊജക്റ്റ്. എഗ്രീഡ് ടു ഹെൽപ്പ് മീ വിത്ത് മൈ പ്രൊജക്റ്റ്. ഐ ഹാവ് ഡിസൈഡഡ് ഡാഷ് എ ന്യൂ ലാംഗ്വേജ്. ലേണിംഗ്, ടു ലേൺ, ലേൺ, അതേപോലെ ലേൺഡ്. ആൻസർ എന്താ? വൺസ് അഗെയിൻ ഡിസൈഡ് പ്ലസ് 2+V1 ആണ്. പാസ്റ്റ് ഫോം ഓഫ് ഡിസൈഡ് ഈസ് ഡിസൈഡഡ്. സോ ഡിസൈഡഡ് ടു ലേൺ എന്നാണ്. ഐ ഹാവ് ഡിസൈഡഡ് ടു ലേൺ എ ന്യൂ ലാംഗ്വേജ് എന്നാണ്. ഹീ ലെറ്റ് മീ ഡാഷ് ഹിസ് കാർ. ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തു മെയ്ക്ക് എന്നതിൻ്റെ പാസ്റ്റാണ് മെയ്ഡ്. മെയ്ക്കിന് ശേഷവും മെയ്ഡിന് ശേഷവും നിർബന്ധപൂർവം ഒരു കാര്യം ചെയ്യിപ്പിക്കുക എന്ന അർത്ഥത്തിലാണെങ്കിൽ എന്ത് വേണ്ട? 2+V1 വേണ്ട. ബെയർ ഇൻഫിനിറ്റീവ് ഈസ് റിക്വയർഡ് ദർ. അവിടെ നമുക്ക് എന്താണ് ആവശ്യം? ബെയർ ഇൻഫിനിറ്റീവ് ആണ്. അതേപോലെ ലെറ്റ് എന്നാണ്. ലെറ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ ലെറ്റിൻ്റെ പ്രത്യേകത? പ്രസൻറ്റ് ഫോമും ലെറ്റാണ്. അത് V1ഉം ലെറ്റാണ്, അതിൻ്റെ പാസ്റ്റായ V2ഉം ലെറ്റാണ്, അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളായ V3യും ലെറ്റാണ്. അനുവദിക്കുക എന്ന അർത്ഥത്തിലാണ് അല്ലേ? അപ്പോൾ ലെറ്റ് എന്നതിന് ശേഷം എപ്പോഴും ഉപയോഗിക്കുക ഒരു ക്രിയയുടെ ബെയർ ഇൻഫിനിറ്റീവ് ആണ്. ഹി ലെറ്റ് മീ ഡ്രൈവ് ഹിസ് കാർ എന്നാണ്. ടു ഡ്രൈവ് എന്ന് വേണ്ട, ഡ്രോവ് എന്ന് വേണ്ട, ഡ്രൈവിംഗ് എന്ന് വേണ്ട. ആഫ്റ്റർ ലെറ്റ് നോ ടു എന്ത് വരാൻ പാടില്ല? ലെറ്റിന് ശേഷം ടു വരാൻ പാടില്ല എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ആക്റ്റീവ് വോയിസ് ആയാലും പാസീവ് വോയിസ് ആയാലും ഈ വാചകത്തെ കൺവേർട്ട് ചെയ്യുമ്പോൾ ലെറ്റിന് ശേഷം എന്ത് വരുന്നില്ല? 2+V1 വരുന്നില്ല. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദേ മെയ്ഡ് ഹിം ഡാഷ് ദ ട്രൂത്ത്. ഇതാ നേരത്തെ നമ്മൾ ചെയ്ത അതേ വീഡിയോൻ്റെ അതേ ഫോളോ അപ്പ് ആണ്. യെസ്, നോക്കൂ, മെയ്ക്കിൻ്റെ പാസ്റ്റാണ് മെയ്ഡ്. ദേ മെയ്ഡ് ഹിം ഡാഷ് ദ ട്രൂത്ത് എന്നാണ്. ഡാഷ് ദ ട്രൂത്ത്. ടെൽ എന്നാണ്. ടെൽ. ഷീ വാസ് എബൌട്ട് ഡാഷ് വെൻ ദ ഫോൺ റാങ്. വെൻ ദ ഫോൺ റാങ് എന്നെന്താ? സിമ്പിൾ പാസ്റ്റ് ആണ്. ദ ഫോൺ എന്നതാണ് സബ്ജക്റ്റ്. റിങ്ങിൻ്റെ പാസ്റ്റാണ് റാങ് എന്നത്. ഫോൺ അടിച്ചപ്പോൾ ഷീ വാസ് എബൌട്ട് ഡാഷ് എന്നാണ്. എബൌട്ട് ടു ലീവ് എന്നാണ്. പോകാൻ ഒരുങ്ങുകയായിരുന്നു അല്ലേ? ഷീ വാസ് എബൌട്ട് ടു ലീവ്. പാസ്റ്റ് കണ്ടിന്യൂസ് പ്ലസ് സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ ആൻസർ എന്താ? ഷീ വാസ് എബൌട്ട് ടു ലീവ് വെൻ ദ ഫോൺ. അപ്പോൾ എബൌട്ട് ടു അല്ലേ? അതൊരു പ്രയോഗമാണ്. ഹീ സീംസ് ഡാഷ് വെരി ടയേർഡ്. ഹീം സീംസ് ഡാഷ് വെരി ടയേർഡ്. ആൻസർ ടു ബി എന്നാണ്. ഹീ സീംസ് ടു ബി വെരി ടയേർഡ്. വളരെ ക്ഷീണിതനായിട്ടാണ് അയാളെ കാണപ്പെടുന്നത്. അല്ലെങ്കിൽ അവനെ കണ്ടാൽ നമുക്കറിയാം, തോന്നിപ്പിക്കുന്ന എന്താണ്? അവൻ ക്ഷീണിതനാണ് എന്നാണ്. ഹീ സീംസ് ടു ബി വെരി ടയേർഡ്. ഐ വുഡ് ലൈക്ക് ഡാഷ് എ കപ്പ് ഓഫ് ടീ. ഐ വുഡ് ലൈക്ക് ഡാഷ് എ കപ്പ് ഓഫ് ടീ. ഈ ഹാവ് എന്നതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താ ഹാവ് എന്നതിൻ്റെ പ്രത്യേകത? ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കുക, ഒരു മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുക. ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കുക, ഒരു മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുക. ഓക്സിലറി വെർബായി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഉണ്ട് എന്നാണ്. ഉണ്ട് എന്നാണ്. അതിൻ്റെ സിംഗുലർ ഫോമാണ് ഹാസ് എന്നത്. അതിൻ്റെ പ്ലൂറൽ ഫോമാണ് ഹാവ് എന്നത്. സിംഗുലർ ഫോമാണ് ഹാസ് എന്നത്. അതിൻ്റെ പാസ്റ്റ് ഫോമാണ് ഹാഡ് എന്നത്. മലയാള അർത്ഥം ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ ഇവിടെ എന്താ അർത്ഥം? ഇവിടെ കുടിക്കുക എന്നാണ് അർത്ഥം. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഹാവ് എന്നതിന് ഡ്രിങ്ക് എന്നൊരു അർത്ഥമുണ്ട്. അത് മാത്രമല്ല കേട്ടോ, പുകവലിക്കുക എന്ന അർത്ഥമുണ്ട്, സ്മോക്ക് എന്ന അർത്ഥമുണ്ട്, പിന്നെ കുളിക്കുക എന്ന അർത്ഥമുണ്ട്, തിന്നുക എന്ന അർത്ഥമുണ്ട്. ആ അർത്ഥത്തിൽ വാചകത്തിൽ നമ്മൾ ഏത് ഉപയോഗിക്കുമ്പോൾ? ഹാവ് ഉപയോഗിക്കുമ്പോൾ ഹാവ് എന്നത് ഹിയർ ഹാവ് ഈസ് ഈക്വൽ ടു ഡ്രിങ്ക് എന്നാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും വുഡ് ലൈക്ക് +2 ആണ് അല്ലേ? വുഡ് ലൈക്ക് ടു ഹാവ് എന്ന് പറഞ്ഞാൽ വുഡ് ലൈക്ക് ടു ഹാവ് എന്ന് പറഞ്ഞാൽ സമം
വുഡ് ലൈക്ക് ടു ഡ്രിങ്ക് എന്നാണ്, കുടിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഐ വുഡ് ലൈക്ക് ടു ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ എന്നതിന് തുല്യമാണ് ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ എന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ടൈം ഡാഷ് അവർ ഹോം വർക്ക്. ഇറ്റ് ഈസ് ടൈം ഡാഷ് അവർ ഹോം വർക്ക്. ഇറ്റ് ഈസ് ടൈം, അതിനുശേഷം 2 + V1 വന്നു. 2 + V1 വന്നു. ഇറ്റ് ഈസ് ടൈം ടു സ്റ്റാർട്ട്. ഇറ്റ് ഈസ് ടൈം ടു സ്റ്റാർട്ട് അവർ ഹോം വർക്ക് എന്നാണ്. ഷീ പ്രോമിസ്ഡ് ഡാഷ് ഹെർ മിസ്റ്റേക്ക്. ഷീ പ്രോമിസ്ഡ് ഡാഷ് ഹെർ മിസ്റ്റേക്ക്. അവളുടെ തെറ്റ് തിരുത്താമെന്ന് അവൾ ഉറപ്പ് നൽകി. ഷീ പ്രോമിസ്ഡ് ടു കറക്റ്റ് ഹെർ മിസ്റ്റേക്ക്. ടു കറക്റ്റ് ഹെർ മിസ്റ്റേക്ക്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പ്രോമിസ്ഡ് പ്ലസ് അല്ലെങ്കിൽ പ്രോമിസ് പ്ലസ് 2 + V1. ഓക്കെ, ഇങ്ങനെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോ ലഭിക്കാൻ എയ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.